ഇന്ന് ഞാൻ ഒരു വെറൈറ്റി പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മത്തങ്ങ, ഒരു ഒരു ഏത്തക്ക, വലിയൊരു ഏത്തക്കായും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ കുറച്ച് മരിച്ചിനിയും കൂടെ ഞാനൊന്ന് അവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിന് ഒരു ഊറ്റ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ഒരു ഊറ്റ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ തന്നെ അതിന് അവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഏത്തക്കായും മത്തനും കൂടെ ഞാനൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിക്കട്ടെ. കൂട്ടത്തിൽ ഈ മരിച്ചിനിയും കൂടെ ഒന്ന് ഇട്ട് വേവിച്ചെടുക്കട്ടെ. ഇതാ എല്ലാം കൂടെ കുക്കറിൽ തട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 2 ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാനൊന്ന് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ കൂടെ തന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത്, മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്നിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അത് വേവുന്ന സമയം നമുക്ക് ഇതിനെ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരല്പം മുളക് പൊടിയും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ. ഓക്കെ, ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇത് അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് 4 വിസിൽ കേട്ട് കഴിഞ്ഞു. ഇനി അതിന് ഒന്ന് താഴെ ഇറക്കി വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഈ അരപ്പൊന്ന് അതിലോട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു വിസിലും കൂടെ കേട്ടിട്ട് നമുക്ക് പുഴുക്കാക്കി എടുക്കാം. ഓക്കെ, ഇതാ 4 വിസിൽ കേട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് ഏകദേശം നല്ല വെന്ത് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഈ അരപ്പും കൂടെ ഇട്ടിട്ട് ഒന്നുകിൽ ഒരു വിസിൽ കേൾക്കാം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല വെണ്ണം വെന്ത് പുഴുക്ക് രൂപത്തിലാക്കും. ഓക്കെ, അങ്ങനെ ചെയ്യട്ടെ. ഇതാ എരിശ്ശേരി അല്ലെങ്കിൽ പുഴുക്ക് നല്ലവണ്ണം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് ഒരല്പം കടുക് താളിച്ചും കൂടെ എടുക്കുക. അത് വേറെ ഒന്നുമല്ല, അല്പം കടുകും ഒരു വറ്റൽമുളകും അല്പം തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് കടുക് താളിച്ച് കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് അല്ലെങ്കിൽ എരിശ്ശേരി റെഡിയാവും. ഞാനത് കൂടെ ഒന്ന് ചെയ്തിട്ട് വരട്ടെ. ഈ പുഴുക്കിനെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കടുക് താളിച്ച് ഒഴിക്കട്ടെ. ഇതാ നല്ല അടിപൊളി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഈ കാണുന്ന ആൾക്കാർ. ഓക്കെ, ബായ്.